നീ എനിക്ക് നൽകാൻ പോകുന്ന കുഞ്ഞ് എങ്ങനെയുള്ള കുട്ടിയാണെങ്കിലും ആ കുട്ടിയെ കൈ പിടിച്ച് എവിടെയും കൊണ്ടുപോകാനുള്ളൊരു ധൈര്യം എനിക്ക് തരണം. ചിലപ്പോൾ മന്ദബുദ്ധിയായ കുഞ്ഞായിരിക്കാം, പക്ഷെ ആ കുഞ്ഞിനെ കൈ പിടിച്ചു കൊണ്ടുപോയിട്ട് ഇത് എൻ്റെ കുഞ്ഞാണെന്ന് പറയാനുള്ളൊരു ധൈര്യം തന്നാൽ മതി. പ്രിയമുള്ളവർ, അത് മാത്രമാണ് ഞാൻ പ്രാർത്ഥിച്ചത്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ ഡോക്ടർ വിളിക്കുന്നു എന്ന് പറഞ്ഞ് അളിയൻ വന്ന് എന്നോട് പറയുന്നു. ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് നടക്കുമ്പോൾ എനിക്കിന്നും ഓർമ്മയുണ്ട്, ഒരു മല കയറുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയ്ക്ക് ഉള്ളിൽ എന്താണ് കേൾക്കാൻ പോകുന്നതെന്നുള്ളൊരു ആകാംക്ഷയും ഭയവും ഉണ്ട്. ഓപ്പറേഷൻ തിയേറ്ററിനകത്തേക്ക് കയറുമ്പോൾ ഡോക്ടർ ഓപ്പറേഷൻ കഴിഞ്ഞ് ഗ്ലൗസ് പോലും ഊരാതെ രക്തം പുരണ്ട ഗ്ലൗസൊക്കെ ഇട്ട കൈകളുമായിട്ട് എന്നെ വിളിച്ച് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, തൻ്റെ വിശ്വാസം അപാരം തന്നെ, കുഞ്ഞിന് പ്രഥമ ദൃഷ്ടിയ ഒന്നുമില്ല, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ഇനി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ നോക്കിയിട്ട് കാര്യങ്ങൾ പറയും. പ്രിയമുള്ളവരെ, 3-ാം ദിവസം ഡിസ്ചാർജ് ചെയ്തു. ആ ഡോക്ടർ ഫയൽ ഇങ്ങനെ ബെഡിലേക്ക് ഇട്ടിട്ട് ഈ ഫയലിൽ ഈ സ്കാനിങ് റിപ്പോർട്ടിൽ പറയുന്ന ഒരു കുഴപ്പവും ഈ കുഞ്ഞിനില്ല എന്ന് പറഞ്ഞ് ഡിസ്ചാർജ് ചെയ്യുക. എൻ്റെ ആ മോള് ഇന്ന് ഡിഗ്രിക്ക് പഠിക്കുകയാണ്. അവൾ നന്നായിട്ട് ഡാൻസ് ചെയ്യും, നന്നായിട്ട് പഠിക്കുന്നു. അവൾ ഡാൻസ് ചെയ്യുമ്പോഴും അവൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ചെയ്യുമ്പോഴും എൻ്റെ വൈഫിൻ്റെ കണ്ണ് നിറയും. കാരണം അന്ന് അബോർഷൻ നടത്തിയിരുന്നെങ്കിൽ ഇന്ന് അങ്ങനെ ഒരു ജീവനില്ല. ഞാൻ ഈ ഒരു വളരെ പേഴ്സണലായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുള്ള കാരണം, ജീവൻ്റെ മേൽ നമുക്ക് അധികാരമില്ല. അന്ന് കൊന്നിരുന്നെങ്കിൽ ഇന്ന് ഡാൻസ് ചെയ്യാനും ഇന്ന് ഈ ഡിഗ്രി പഠിക്കാനും ഇന്ന് ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കാനൊന്നും അവളില്ല. അതുകൊണ്ട് പലർക്കും ഈ കാലഘട്ടത്തിൽ അത്ര അങ്ങോട്ട് ഗ്രഹിക്കാൻ പറ്റാതെ പോയൊരു കാര്യമാണ് ഈ അബോർഷൻ എന്ന് പറയുന്നത്. ജീവൻ്റെ ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ലോകം പറയുന്നത് കേൾക്കണ്ട. ദൈവം ഒരു ജീവൻ ഈ ഭൂമിയിലേക്ക് വെക്കുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായൊരു പ്ലാനുണ്ട്. അത് മാത്രം ശ്രദ്ധിക്കുക, അത് പിന്നീട് നന്മയായിട്ട് മാറും. ഇതാണ് ഈ പ്രമാണത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് സൂചിപ്പിക്കണമെന്ന് മനസ്സിൽ തോന്നിയത്. മറ്റൊരു കാര്യം കൂടി ചേർത്ത് വയ്ക്കാനുള്ളത്, വാക്കുകൊണ്ട് പലരെയും നമ്മൾ കൊല്ലുന്നുണ്ട്. വാക്കുകൊണ്ട് നമുക്ക് കൊല്ലാം. ചിലരുടെ വാക്കുകൾ ഇങ്ങനെ എത്ര മൂർച്ചയുള്ള അമ്പ് പോലെയാണ് ഹൃദയങ്ങളിൽ പതിക്കുന്നത്. എൻ്റെ അർത്ഥം വാക്കുകൾക്ക് കൊല്ലാനുള്ള ശക്തി ഉണ്ടെന്നല്ലേ. ചില ആൾക്കാരൊക്കെ എന്താണ് ഇങ്ങനെ വിഷമിച്ചിരിക്കണം തോന്നുമ്പോൾ, അദ്ദേഹം പറഞ്ഞ വാക്ക് എന്നെ വല്ലാതെ വിഷമിപ്പിച്ചു എന്ന് പറയുമ്പോൾ ആ വാക്കുകൊണ്ട് ആ മനുഷ്യനെ കൊന്നു എന്നല്ലേ എൻ്റെ അർത്ഥം. വായിച്ചൊരു സംഭവം ഓർക്കുകയാണ്. ആഫ്രിക്കയിൽ ഒരു ആദിവാസി ഗ്രാമത്തിലുള്ളൊരു ആചാരമാണ്. അവിടെയുള്ള മനുഷ്യർ, അവിടെ അവർക്ക് ആവശ്യമില്ലാത്ത വലിയ മരങ്ങൾ കളയണമെങ്കിൽ അവരുടെ ഇടയിൽ ഒരു ആചാരമുണ്ട്. അവർക്ക് ആവശ്യമില്ലാത്ത വലിയ മരങ്ങൾ എന്ന് പറഞ്ഞാൽ 2, 3, 4 ആൾക്കാരിങ്ങനെ പിടിച്ചാൽ എത്താത്തത്രയ്ക്ക് വണ്ണമുള്ള മരങ്ങൾ. അവർ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ഈ മരങ്ങളെ മറച്ചിടാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നത്, 30 ദിവസത്തോളം അവർ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായിട്ട് ഇങ്ങനെ കൂട്ടായിട്ട് വന്ന് ഈ മരത്തിൻ്റെ ചുറ്റും നടന്ന് മരത്തെ ശപിച്ച് ആക്രോശിച്ച് ഒച്ച വെച്ച് കുറെ വാക്കുകൾ പറയും. ഇത് അവരുടെ ഇടയിലുള്ളൊരു ആചാരമാണ്. ഇങ്ങനെ 30 ദിവസം അത് റിപ്പീറ്റ് ചെയ്യും. അവരുടെ ഒരു പാരമ്പര്യവും അവരുടെ ഒരു വിശ്വാസമാണ്. വൈകാതെ ആ മരം ഉണങ്ങി മറിഞ്ഞു വീഴും. ഇത് വായിക്കുമ്പോൾ, ഇതവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണെന്ന് പറഞ്ഞ് അത്ഭുതത്തോടെ വായിക്കുമ്പോൾ ഞാൻ ഓർക്കുകയാണ്, ഒരു മരത്തെ ഉണക്കാനും കടപുഴകി വീഴ്ത്താനും മനുഷ്യൻ്റെ വാക്കിന് ശക്തി ഉണ്ടെങ്കിൽ, നമ്മൾ നമ്മുടെ വീടുകളിലും നമ്മുടെ ഓഫീസിലും നമ്മളോടൊപ്പം ഉള്ളവരോടൊക്കെ വാക്കുകൾ കൊണ്ട് എത്ര പേരെയാണ് മറിച്ചിടുന്നത്? കുറച്ചുകൂടി സൗമ്യമായും ശാന്തമായും ഒക്കെ സംസാരിക്കാൻ നമുക്ക് കഴിയില്ലേ? എന്തിനാണ് ഇങ്ങനെ നെഗറ്റീവ്സ് പറഞ്ഞ് ഇങ്ങനെ ആളുകളെ കൊല്ലുന്നത് അല്ലെങ്കിൽ മരിച്ചതിന് തുല്യമാക്കുന്നത്? കുറച്ചുകൂടി പോസിറ്റീവ്സ് പറയാനായിട്ടുള്ളൊരു ക്ഷണം കൂടിയാണ് 5-ാമത്തെ പ്രമാണം. 5-ാം പ്രമാണം സ്നേഹത്തിൻ്റെ പ്രമാണം കൂടിയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈശോ പറയുന്നത്, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ പറയുന്നത്, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനെ എതിർക്കരുത്. ഒരു കർണത്തടിക്കുന്നവനും മറുകർണം കൂടി കാണിച്ചു കൊടുക്കുക.
ഈ 5-ാം പ്രമാണം സ്നേഹത്തിൻ്റെ പ്രമാണമാണ്. നമ്മളെ എതിർക്കുന്നവരെ വാക്കുകൊണ്ടും കൈകൾ കൊണ്ടും ശക്തി കൊണ്ടൊന്നും കീഴ്പ്പെടുത്തണ്ട. അവനാവശ്യമുള്ളത് നൽകിക്കൊള്ളുക. നമുക്ക് അവനെ സ്നേഹിക്കുക മാത്രം ചെയ്താൽ മതി. ഈ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി 5-ാം പ്രമാണത്തിലുണ്ട്. നമുക്കൊരു നഷ്ടം ഉണ്ടാകാൻ പോകുന്നില്ല. അതിൻ്റെ പിന്നിൽ ദൈവം ഒരു നന്മയുടെ പ്ലാൻ വെച്ചിട്ടുണ്ട്. അതിന് ചേർത്ത് വയ്ക്കാൻ പറ്റിയ നല്ലൊരു ഉദാഹരണം പഴയ നിയമത്തിലുണ്ട്. ദാവീദ് മഹാരാജാവാണ്, എല്ലാ അധികാരവും ഉള്ളവൻ. ആ രാജാവിനെ ചീത്ത വിളിച്ച് വരുന്ന ഒരു മനുഷ്യനെ കാണുമ്പോൾ രാജാവിൻ്റെ അടുത്ത് നിൽക്കുന്ന രാജാവിൻ്റെ ഏറ്റവും അടുത്ത പടയാളി പറയാണ്, ഇവൻ അങ്ങയെ ചീത്ത വിളിക്കുന്നത് അങ്ങ് കേൾക്കുന്നില്ലേ? ഞാൻ അവനെ കൊല്ലട്ടെ, ഞാൻ അവനെ നശിപ്പിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ മഹാരാജാവ് ഈ തൻ്റെ പടയാളിയോട് പറയുന്നത്, എന്നെ അങ്ങനെ ചീത്ത വിളിക്കാൻ ദൈവം അനുവദിച്ചതുകൊണ്ടല്ലേ അവനത് വിളിക്കുന്നത്, അവൻ വിളിക്കട്ടെ, നീ എന്തിനു വിഷമിക്കുന്നത്? എത്ര സൗന്ദര്യമുള്ളൊരു ഉദാഹരണമാണത്, എത്ര നന്മയുള്ളൊരു കാര്യമാണത്. മറ്റുള്ളവർ എന്തെങ്കിലുമൊക്കെ നമ്മളെ പറയുന്നുണ്ട്, ചെയ്യുന്നുണ്ടെങ്കിൽ അത് ദൈവം അനുവദിച്ചിട്ടാണ്. അത് നന്മയ്ക്ക് വേണ്ടി മാത്രമായിരിക്കും. ഒരു കാര്യം കൂടി അവസാനം ഒന്ന് പറഞ്ഞോട്ടെ. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടതാണ്. അതാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ ശരീരം ദൈവത്തിൻ്റെ രൂപത്തിൽ ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തു വിലതീരാത്ത തിരുരക്തത്താൽ നേടിയതാണ് നമ്മുടെ ജീവൻ. വിലതീരാത്ത അത്രയും വിലയുള്ള തിരുരക്തം അവൻ കൊടുത്താണ് നമ്മളെ സ്വന്തമാക്കിയത്. അങ്ങനെ നമുക്ക് ലഭിച്ച ഈ ശരീരത്തെ എനിക്ക് സ്വന്തമായിട്ട് ചീത്തയാക്കാനൊന്നും ഒരവകാശവും ഇല്ല. അങ്ങനെ വരുമ്പോൾ ഈ ലഹരിയുടെ ഉപയോഗം, ഇത് മദ്യമായാലും പുകവലി ആയാലും മറ്റു മയക്കുമരുന്നുകളൊക്കെ ആയാലും അവനവനെ കൊല്ലുന്നതാണ് എന്നൊരു ഓർമ്മ എപ്പോഴും ഉണ്ടാകണം. കാലം വല്ലാതെ തിരിച്ചറിവില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ ഇങ്ങനെ സ്വന്തം ശരീരത്തെ അനാവശ്യമായ ലഹരി കൊണ്ട് മോശമാക്കുമ്പോൾ അവരൊന്നും അറിയുന്നില്ല, ഞാൻ എൻ്റെ സ്വന്തമായുള്ള ശരീരം അല്ലാത്തതിനെയാണ് നശിപ്പിക്കുന്നത്, ഇതെനിക്ക് ദൈവം തന്നതാണെന്നുള്ള തിരിച്ചറിവില്ലാതെയാണ് ഈ ലഹരികളൊക്കെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് സ്വന്തം ശരീരത്തെയും സ്വന്തം ജീവനെയും മറ്റുള്ളവരുടെ ജീവനെയും നശിപ്പിക്കാൻ എനിക്ക് യാതൊരു അവകാശവും ഇല്ല. എനിക്ക് സ്നേഹിക്കാൻ മാത്രമേ അവകാശമുള്ളൂ എന്ന തിരിച്ചറിവും ബോധ്യവുമാണ് 5-ാം പ്രമാണം നമുക്ക് നൽകുന്നത്. അത് മനസ്സിൽ സൂക്ഷിക്കാം. ഒപ്പം തന്നെ ഈ പ്രപഞ്ചത്തിലുള്ള ഒന്നിനെയും നശിപ്പിക്കണ്ട, ഒന്നിനെയും കൊല്ലണ്ട, എല്ലാത്തിനെയും സ്നേഹിക്കാം. പ്രപഞ്ചം മുഴുവൻ നമുക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരുമിച്ചൊരു ജീവന്റെ സംസ്കാരം വളർത്തിയെടുക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. താങ്ക് യു.